Hi all, welcome to our another live session. ഇപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മുടെ ലൈവ് സെഷൻസ് ഇതിനു മുന്നേ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് സെമസ്റ്ററിന്റെ ലൈവ് സെഷൻസ് ഓരോ പേപ്പറിന്റെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലൈവ് കൃത്യമായിട്ട് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്കറിയാം. കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചുള്ള കാര്യമാണ് അല്ലെ. ആൻഡ് ഈ ഒരു പേപ്പറിൽ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ദി എവല്യൂഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടേഴ്സിന്റെ ആ ഒരു എവല്യൂഷൻ ആൻഡ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ എന്താണ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് നമുക്ക് ആ ഒരു എവല്യൂഷൻ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അതിന്റെ എവല്യൂഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ, അതായത് ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തെ ആ ഒരു കമ്പ്യൂട്ടേഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് എന്നുള്ളതാണ് ഫസ്റ്റ് ജനറേഷനിൽ പറയുന്നത്. അപ്പോൾ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 ജനറേഷൻ അല്ലെ. 5 ജനറേഷൻ ലൂടെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ എവല്യൂഷൻ കാര്യങ്ങൾ പറയുന്നത് ബേസ്ഡ് ഓൺ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. നമുക്കറിയാം ആ ഒരു ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ പണ്ട് കണ്ടിരുന്ന ആ ഒരു കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങളായിരിക്കില്ല ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെയിൻ ആയിട്ടും 5 ജനറേഷൻസിലൂടെയാണ് നമുക്ക് അതിന്റെ എവല്യൂഷൻ കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ജനറേഷൻ പറയുന്നുണ്ട് 1940 to 1956 ആണ് ആ ഒരു പീരീഡ് ആണ് അതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് വാക്വം ട്യൂബ്സ് ആൻഡ് മാഗ്നറ്റിക് ഡ്രംസ്. അപ്പൊ വാക്വം ട്യൂബ്സ് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡ്രംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ ആയ സമയത്ത് കമ്പ്യൂട്ടേഴ്സിൽ മെയിൻ ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ വർ വെരി ലാർജ്, കൺസ്യൂംഡ് എ ലോട്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഒരുപാട് ലാർജ് ആയിട്ടുള്ള അല്ലെ, കാഴ്ചയിലും ഒരുപാട് ലാർജ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ഒരുപാട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആൻഡ് വെരി ഡിഫിക്കൽട്ട് ഓപ്പറേറ്റ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാനും കുറച്ച് എന്താണ്, ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് പറയുന്നത്. 1940 to 1956 ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, വാക്യൂം ട്യൂബ്സ് അതുപോലെ മാഗ്നറ്റിക് ഡ്രംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് ജനറേഷൻ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, 1956 to 1963 പറയുന്നുണ്ട് സെക്കൻഡ് ജനറേഷൻ അല്ലെ. അപ്പൊ ഇൻ ദിസ് ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ്ഡ് വാക്യൂം ട്യൂബ്സ്. അപ്പൊ വാക്യൂം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ട്രാൻസിസ്റ്റേഴ്സ് കാര്യങ്ങൾ ഡെവലപ്ഡ് ആയി. ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ബിക്കം സ്മാളർ, ഫാസ്റ്റർ, മോർ റിലയബിൾ ആൻഡ് കൺസ്യൂംഡ് ലെസ് പവർ ആണ്. കുറച്ചും കൂടെ എന്തായി, കമ്പ്യൂട്ടേഴ്സ് കുറച്ചും കൂടെ സ്മാളർ ആയി, അതുപോലെ തന്നെ ഫാസ്റ്റ് ആണ് ആൻഡ് റിലയബിൾ ആവാൻ തുടങ്ങി. അതിൽ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, ലെസ് പവർ ആണ് അവിടെ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്കിതിൽ പറയുന്നുണ്ട് തേർഡ് ജനറേഷൻ അല്ലെ. അപ്പൊ തേർഡ് ജനറേഷനിൽ പറയുന്നത് എന്താണ്, 1964 to 1971 ആണ് തേർഡ് ജനറേഷൻ പറയുന്നത്. അപ്പൊ ദിസ് ജനറേഷൻ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻസ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ കോമ്പണൻസിന് പകരമായിട്ട് മെയിൻ ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് കാര്യങ്ങളാണ് ആ ഒരു തേർഡ് ജനറേഷനിലോട്ട് വന്ന സമയത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ബിക്കം മോർ
കോമ്പാക്ട്, ഫാസ്റ്റ് ആൻഡ് റിലയബിൾ. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ തുടങ്ങി, ഫാസ്റ്റ് ആവാൻ തുടങ്ങി. കാരണം നമുക്കറിയാം ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ആ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഫോർത്ത് ജനറേഷൻ ആയപ്പോഴേക്കും എന്താണ് 1971 to 2010 ആണ് പറയുന്നത്. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി എനാബിൾഡ് തൗസൻഡ്സ് ഓഫ് കോമ്പണൻസ് ടു ബി പ്ലേസ്ഡ് ഓൺ എ സിംഗിൾ ചിപ്പ്. ഒരു ചിപ്പിൽ നമുക്ക് എന്താണ് ഒരുപാട് തൗസൻഡ്സ് ഓഫ് കോമ്പണൻസുകൾ നമുക്ക് അതിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ലാർജ് സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ലീഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് മൈക്രോ പ്രോസസർ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ് ആൻഡ് ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. നമുക്ക് എന്താണ് ഒരുപാട് ഡെവലപ്മെന്റുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൈക്രോ പ്രോസസർ, അതുപോലെ തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് ആൻഡ് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് കുറച്ചും കൂടെ എന്തായാലും തുടങ്ങിയത്, ഡെവലപ്ഡ് ആവാൻ തുടങ്ങിയിട്ടുള്ളത്. അല്ലെ, അതാണ് ഈ ഒരു ഫോർത്ത് ജനറേഷൻ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് 2010 ആൻഡ് ഈ ഒരു പ്രസന്റ് ജനറേഷൻ നമുക്ക് എന്താണ് ഫിഫ്ത്ത് ജനറേഷനിൽ പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഫ്ത്ത് ജനറേഷൻ ആയപ്പോഴേക്കും എന്താണ് കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു AI-യുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഫിഫ്ത്ത് ജനറേഷൻ ആയപ്പോഴേക്കും കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ദേ സപ്പോർട്ട് പാരലൽ പ്രോസസ്സിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് ഇന്ററാക്ഷൻ ആൻഡ് ക്യാൻ പെർഫോം മൾട്ടിപ്പിൾ കോംപ്ലക്സ് ടാസ്ക് എഫിഷ്യൻറ്റ്ലി. അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫിഷ്യൻറ്റ് ആയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ ഈ ഒരു ഫിഫ്ത്ത് ജനറേഷൻ ആയപ്പോഴേക്കും അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സിന് കുറച്ചും കൂടെ എന്താണ് ഫാസ്റ്റ്, റിലയബിൾ ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എവല്യൂഷൻ, ആ ഒരു ഫിഫ്ത്ത് സ്റ്റേജസ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്സ് കാര്യങ്ങൾ, മാഗ്നറ്റിക് ഡ്രംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും നമുക്ക് എന്താണ് ഈ ഒരു വാക്യൂം ട്യൂബ്സുകളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ട്രാൻസിസ്റ്റേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തു. ആൻഡ് തേർഡ് ജനറേഷനിൽ നമ്മൾ എത്തിയപ്പോൾ എന്താണ് ഇന്റഗ്രേറ്റഡ് ആയുള്ള സർക്യൂട്ട്സ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫോർത്ത് ജനറേഷനിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിലേറെ ഒരു ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ വന്ന് നമ്മളൊരു സിംഗിൾ ചിപ്പിലോട്ട് എല്ലാ കോമ്പണൻസുകളും ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ആൻഡ് ലാപ്ടോപ്സ്, കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനൽ ജനറേഷൻ, അതായത് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രസന്റ്ലി നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു ജനറേഷൻ ആണ്. അപ്പൊ അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട് അല്ലെ. അതാണ് ഫിഫ്ത്ത് ജനറേഷൻ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ ഇതാണ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ പറയുന്നത്? അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്കതിനെ ക്ലാസിഫിക്കേഷൻ ബൈ സൈസ് ആൻഡ് പവർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബൈ പേർപ്പസ് പറയുന്നുണ്ട്, ദെൻ ക്ലാസിഫിക്കേഷൻ ബൈ ഡാറ്റ പ്രോസസ്ഡ്. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സിനെ ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ബൈ സൈസ് ആൻഡ് പവർ, കമ്പ്യൂട്ടേഴ്സിന്റെ സൈസ് അതുപോലെ തന്നെ അതിന്റെ പവറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട് അല്ലെ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ ദി ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ്. ദേ ആർ യൂസ്ഡ് ഫോർ സയന്റിഫിക് റിസർച്ച്, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് സ്പേസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് സയന്റിഫിക് ആയുള്ള റിസർച്ചുകൾ, അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് സ്പേസ് സ്റ്റഡീസ്, ഇതിനൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ആൻഡ് യൂസ്ഡ് ബൈ ബാങ്ക്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ലാർജ് കമ്പനീസ് ടു പ്രോസസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് സപ്പോർട്ട് മെനി യൂസേഴ്സ് അറ്റ് ദി സെയിം ടൈം. അപ്പൊ ഈ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് മെയിൻ ആയിട്ടും ലാർജ് സിസ്റ്റംസ് ആണ് അതിലുണ്ടായിരിക്കുക. ആൻഡ് ഗവൺമെന്റ് അതുപോലെ തന്നെ ബാങ്കിലൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. കാരണം നമുക്കറിയാം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ലാർജ് കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ ആവശ്യമാണ്. ആൻഡ്
സപ്പോർട്ട് മെനി യൂസേഴ്സ് അറ്റ് ദ സെയിം ടൈം. അവരെന്ത് ചെയ്യുന്നുണ്ട്, സെയിം ടൈം ഒരുപാട് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ മീഡിയം സൈസ്ഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് മെയിൻലി ബൈ സ്മോൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻ. ദേ ആർ ലെസ് പവർഫുൾ ദാൻ മെയിൻ ഫ്രെയിംസ് ആണ്. അപ്പൊ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് അല്ലെ. അത് നമ്മൾ മെയിൻ ആയിട്ടും സ്മോൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. മെയിൻ ഫ്രെയിമിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊരു ലെസ് പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അതാണ് മിനി ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻഡ് ഫോർ ഇൻഡിവിജ്വൽ യൂസ് ആണ്. ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്സ്, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോൺസ്, ഇതൊക്കെ മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് ഇപ്പൊ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് അല്ലെ, അതൊക്കെയാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ബൈ സൈസ് ആൻഡ് പവർ ആണ്. അതിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞു, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ പർപ്പസ് ആണ് അല്ലെ. പർപ്പസിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പൊ ആ ഒരു പേര് പോലെ തന്നെ എന്താണ്, ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദിസ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം എ വെറൈറ്റി ഓഫ് tasks such as calculations, data processing, internet browsing and document preparations. അപ്പൊ ഒരുപാട് വെറൈറ്റി ഓഫ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സുകൾ, ഡെസ്ക്ടോപ്പുകൾ, അതിലൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അതാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഓൺലി. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽക്കുലേറ്റേഴ്സ് അല്ലെ, നമുക്ക് കാൽക്കുലേഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ചസ് പറയുന്നുണ്ട്, ATM മെഷീൻസ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ബൈ പർപ്പസ് പറയുകയാണെങ്കിൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. ദെൻ ക്ലാസിഫിക്കേഷൻ ബൈ ഡാറ്റ പ്രോസസ്ഡ് ആണ്. അപ്പൊ അതിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട്. അത് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ആയിട്ടും ബൈനറി ഫോമിൽ, അതായത് 0 and 1 ബൈനറി ഫോമിൽ ആയിരിക്കും മെയിൻ ആയിട്ടും ഡാറ്റാസുകൾ പ്രോസസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മെയിൻ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ ഭാഗമാണ്. ഓക്കെ, അതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അനലോഗ് കമ്പ്യൂട്ടേഴ്സ് പ്രോസസ് കണ്ടിന്യൂസ് ഡാറ്റ സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് സ്പീഡ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റാസുകൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് തെർമോമീറ്റർ, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്സ്, ഇതൊക്കെയാണ്. അവിടെയൊക്കെ മെയിൻ ആയിട്ടും ഈ ഒരു അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ഡാറ്റ പ്രോസസ്സിൽ നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് കമ്പൈൻ ദി ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്പ്യൂട്ടേഴ്സിന്റെ രണ്ട് ഫീച്ചേഴ്സുകളും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് കോമൺ ആയിട്ട് നമുക്ക് സയന്റിഫിക് റിസർച്ച്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെയാണ് മെയിൻ ആയിട്ടും ഇത് എന്ത് ചെയ്യാനുള്ളത്, കാണാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ആ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ടും കമ്പ്യൂട്ടറിന്റെ ആ ഒരു എവല്യൂഷൻ കാര്യങ്ങൾ, ഒരു 5th ജനറേഷൻ പറഞ്ഞു. ആൻഡ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഡിഫറൻറ്റ് ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ബൈ സൈസ് ആൻഡ് പവർ ആണെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ബൈ പർപ്പസ് ആണെങ്കിൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ബൈ ഡാറ്റ പ്രോസസ്ഡ് പറയുന്നുണ്ട്. അതെന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് അതിൽ മെയിൻ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ദി കീ കോമ്പണൻസ് ആൻഡ് ടാസ്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. കീ കോമ്പണൻസ് ആൻഡ് ടാസ്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ഇപ്പൊ യൂസർ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കമ്പ്യൂട്ടർ, അപ്പൊ നമ്മളാണ് അതിന്റെ യൂസർ എന്ന് പറയുന്നത്. അപ്പൊ യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മാനേജ് കമ്പ്യൂട്ടർ റിസോഴ്സസ് ആൻഡ് എനേബിൾ യൂസേഴ്സ് ടു റൺ ആപ്ലിക്കേഷൻ എഫിഷ്യൻ്റ്ലി. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ റിസോഴ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് പറയുന്നത്. ആൻഡ് അതിന്റെ മെയിൻ കോമ്പണൻസുകൾ എന്തൊക്കെയാണ്? കോമ്പണൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നുണ്ട്. കേർണൽ അല്ലെ, ഫസ്റ്റ് പോയിന്റ്സ് ആണ് കേർണൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കോർ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ പാർട്ടാണ് കേർണൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മാനേജസ് ഹാർഡ്വെയർ റിസോഴ്സസ് സച്ച് ആസ് CPU, മെമ്മറി ആൻഡ് ഡിവൈസസ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ മെയിൻ ആയിട്ടും ഈ ഒരു കോർ പാർട്ട് അവിടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ റിസോഴ്സസ് കാര്യങ്ങൾ, അതായത് CPU, മെമ്മറി ആൻഡ് ഡിവൈസസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രോസസ് മാനേജ്മെന്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദീസ് കോമ്പണൻസ് മാനേജ് ദി ക്രിയേഷൻ, എക്സിക്യൂഷൻ, ഷെഡ്യൂളിംഗ് ആൻഡ് ടെർമിനേഷൻ ഓഫ് പ്രോസസ് ടു എൻഷുർ എഫിഷ്യന്റ് യൂസ് ഓഫ് ദി CPU ആണ്. അപ്പൊ ഈ ഒരു കോമ്പണൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ നമുക്ക് ആ ഒരു എഫിഷ്യന്റ് യൂസ് ഓഫ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണല്ലേ, അതിന്റെ ആ ഒരു എഫിഷ്യന്റ് ആയുള്ള ഒരു യൂസ് കാര്യങ്ങൾ എൻഷുർ ചെയ്യാൻ, അതുപോലെ തന്നെ അതിന്റെ ക്രിയേഷൻ, എക്സിക്യൂഷൻ, ഷെഡ്യൂളിങ്, ടെർമിനേഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫയൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഫയൽ, അപ്പൊ നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടേഴ്സിൽ ഒരുപാട് ഫയൽസുകൾ, ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഫയൽ മാനേജ്മെന്റിൽ പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓർഗനൈസ്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് വൈൽ കൺട്രോളിംഗ് ആക്സസ് പെർമിഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടും പറയുന്നത് എന്താണ്, ഡാറ്റാസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫയൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് റിട്രീവ് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് കോർ കോമ്പണൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കേർണൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോസസ് മാനേജ്മെന്റ് ആൻഡ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. ദെൻ നെക്സ്റ്റ് അതില് ടാസ്ക് ഹാൻഡിൽഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നുണ്ട് അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെന്റ് ടാസ്കുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഓൾറെഡി നമ്മൾ കോമ്പണൻസ് പറഞ്ഞതുപോലെ തന്നെ പ്രോസസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ തന്നെ ടെർമിനേറ്റ് പ്രോസസ് ടു എൻഷുർ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാംസുകൾ. നമ്മൾ ഒരുപാട് പ്രോഗ്രാംസുകൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻറ്റർ ചെയ്യുന്നു, ആൻഡ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, ആൻഡ് അത് ഷെഡ്യൂൾ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ടാസ്കുകളിൽ ഒന്നായിട്ട് പറയുന്നത്. എന്താണ്, പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് മെമ്മറി മാനേജ്മെന്റ് ആണ്. ഇറ്റ് അലോക്കേറ്റ് ആൻഡ് ഡി അലോക്കേറ്റ് മെമ്മറി ടു ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ആൻഡ് എൻഷുർ എഫിഷ്യന്റ് യൂസ് ഓഫ് അവൈലബിൾ മെമ്മറി ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെമ്മറി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു ടാസ്ക് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ആണ്. ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. അപ്പൊ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്, മേക്കിംഗ് ഡാറ്റ സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് ഓർഗനൈസേഷൻ ഈസി. അപ്പോൾ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫയൽസുകളായിട്ട് നമ്മൾ ഡാറ്റാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമ്മൾ ഫോൾഡറുകളാക്കി വെക്കുന്നുണ്ട്. ആൻഡ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് അത് റിട്രീവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഹാർഡ്വെയർ ഡിവൈസസ് സച്ച് ആസ് പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, കീബോർഡ് ആൻഡ് മോണിറ്റർ ത്രൂ ഡിവൈസ് ഡ്രൈവേഴ്സ് ആണ്. ഇപ്പൊ ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ ഡിവൈസസിന്റെ എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ പ്രിന്റേഴ്സ് ആയിക്കോട്ടെ, സ്കാനേഴ്സ് ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, മോണിറ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും മറ്റൊരു
ടാസ്ക് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് സെക്യൂരിറ്റി മാനേജ്മെന്റ് ആണ് അല്ലെ. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ട് ദി സിസ്റ്റം ഫോർ അൺഓതറൈസ്ഡ് ആക്സസ് ത്രൂ യൂസർ ഒതന്റിക്കേഷൻ, പാസ്വേഡ് ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ മെക്കാനിസം. അപ്പൊ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു ടാസ്ക് ആണ് ഈ ഒരു സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസുകൾ, നമുക്കറിയാം ആ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു മേജർ കൺസേൺ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു യൂസർ ഒതന്റിഫിക്കേഷൻ അല്ലെങ്കിൽ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഹാക്കിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ത്രെറ്റ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ യൂസർ ഇന്റർഫേസ് ആണ്. OS provide a way for users to interact with the computer through a graphical user interface or command line interface ആണ്. അപ്പോൾ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂസേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് യൂസർ ഫേസ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ടാസ്ക് ഹാൻഡിൽഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോസസ് മാനേജ്മെന്റ് പറയുന്നുണ്ട്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി മാനേജ്മെന്റ് ആൻഡ് യൂസർ ഇന്റർഫേസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ കോർ കോമ്പണൻസുകൾ എന്താണ്, ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെന്റ് ടാസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടൈപ്സ് ബേസ്ഡ് ഓൺ സ്കോപ്പ് ആൻഡ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ടൈപ്സ് കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പൊ നമുക്ക് ഡിഫറൻറ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നുണ്ട് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് ദ സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഒരു സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണക്ട് ഡിവൈസസ് അറൌണ്ട് എ സിംഗിൾ പേഴ്സൺ വിത്തിൻ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഒരു ഷോർട്ട് ഡിസ്റ്റൻസിനുള്ളിൽ ഒരു സിംഗിൾ പേഴ്സണ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാറുള്ളത്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സ്മാർട്ട് ഫോൺ കണക്റ്റഡ് ടു വയർലെസ് ഹെഡ്ഫോൺ ത്രൂ ബ്ലൂടൂത്ത്. നമ്മളെല്ലാവരും എന്താണ് ബ്ലൂടൂത്ത് വഴി നമ്മൾ ഹെഡ്ഫോൺസ് കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കണക്ഷൻ അവിടെ ഡിസേബിൾ ആയി പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ്. അതുപോലെ തന്നെ ഒരു സിംഗിൾ പേഴ്സൺ വിത്തിൻ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരു സിംഗിൾ പേഴ്സണിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിലൂടെ ഡിവൈസസുകൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും നിങ്ങളത് എഴുതാൻ പറ്റണം. ദെൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പറയുന്നുണ്ട്. അപ്പം എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ സച്ച് ആസ് ഹോം, ഓഫീസ്, സ്കൂൾ ഓർ ഫാക്ടറി. ഇറ്റ് അലോ യൂസേഴ്സ് ടു ഷെയർ റിസോഴ്സസ് ലൈക്ക് പ്രിന്റേഴ്സ്, ഫയൽസ് ആൻഡ് ഇന്റർനെറ്റ് കണക്ഷൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, നമ്മളൊരു ലിമിറ്റഡ് ഏരിയയിൽ, ഇപ്പോൾ ഒരു ഹോം ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഓഫീസ് ആയിരിക്കാം, സ്കൂൾ ആയിരിക്കാം അല്ലെ. അപ്പൊ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ പ്രിന്റേഴ്സ്, അതുപോലെ തന്നെ ഫയൽസ്, ഇന്റർനെറ്റ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റി കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വൈഫൈ അല്ലെ, വീടുകളിൽ അല്ലെങ്കിൽ വർക്ക് ഓഫീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വൈഫൈ കാര്യങ്ങൾ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മൾട്ടിപ്പിൾ ആളുകൾക്ക് ആ ഒരു അറ്റ് ദ സെയിം ടൈം അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, ആ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതാണ് ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമുക്കതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്കത് പറയുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കവേഴ്സ് എ ലാർജ് ഏരിയ ദാൻ ലാൻ ആണ്. ഇപ്പൊ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലാർജ് ഏരിയാസുകൾ കവർ ചെയ്യുന്നതാണ് ഈ ഒരു മെട്രോപൊളിറ്റൻ
നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൾട്ടിപ്പിൾ ഡിവൈസസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആർ കോമൺ എക്സാമ്പിൾ ഓഫ് മാൻ ആണ്. ഇപ്പൊ മാനിന് മെയിൻ ആയിട്ടും ഒരു എക്സാമ്പിൾ, കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു കേബിൾ ടെലിവിഷൻ അല്ലെ. അതാണ് ഇതിന് ഈ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയുന്നത്. അതൊരു നമുക്കൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിവൈസസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ വൈഡ് ഏരിയ നെറ്റ്വർക്ക് കവേഴ്സ് എ വെരി ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പൊ മറ്റതിനൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയാസുകൾ കവർ ചെയ്യുന്നതാണ് ഈ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് കണക്ടിങ് നെറ്റ്വർക്ക് അക്രോസ് സിറ്റീസ്, കൺട്രീസ് ഓർ കോണ്ടിനെന്റ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിറ്റീസിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കൺട്രീസിനപ്പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഇന്റർനെറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആ ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലെ. അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആയിട്ട് പറയുന്നത്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പറയുന്നുണ്ട്. ദെൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് ടോപ്പോളജീസ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഇൻ എ നെറ്റ്വർക്ക്. അപ്പൊ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവൈസസുകൾ കണക്ട് ചെയ്യുന്ന ഒരു പാത്താണ് അല്ലെ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ നമ്മൾ എന്താണ് ഫിസിക്കലി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഈ ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയാറുള്ളത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ബസ് ടോപ്പോളജി. എന്താണ് ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ ബസ് ടോപ്പോളജി ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ സെൻട്രൽ കേബിൾ കോൾഡ് എ ബസ്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ്, ബട്ട് ഇഫ് ദ മെയിൻ കേബിൾ ഫെയിൽ ദ എൻറ്റയർ നെറ്റ്വർക്ക് സ്റ്റോപ്പ് വർക്കിംഗ്. അപ്പൊ ഈ ഒരു ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ഡിവൈസസും ഒരു സിംഗിൾ സെൻട്രൽ കേബിൾ, അതിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്, അതിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം ടോപ്പോളജിയാണ് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ആൻഡ് അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, എന്താണ് മെയിൻ കേബിൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതാണ് ബസ് ടോപ്പോളജി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ബസ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സെൻട്രൽ ഡിവൈസ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ഒരു സെൻട്രൽ കേബിളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ഡിവൈസസും നമ്മളിങ്ങനെ കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻട്രൽ കേബിൾ അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻറ്റയർ ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻറ്റയർ നെറ്റ്വർക്ക് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്, ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലായിരിക്കും ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഒരു റൗണ്ടിൽ എന്ത് ചെയ്യാണ്, ഡിവൈസസ് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് പോവുകയാണ്. അപ്പൊ പാത്ത് ഡാറ്റ ട്രാവൽസ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ അറൗണ്ട് ദി റിംഗ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിംഗ് പോലെ എന്ത് ചെയ്യാണ്, ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലോട്ട് ഇങ്ങനെ ഡാറ്റാസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡാറ്റാസുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇഫ് വൺ കണക്ഷൻ ഫെയിൽസ്, അപ്പോൾ ഒരു കണക്ഷൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ നെറ്റ്വർക്ക് മേ ബി അഫക്റ്റഡ്. അപ്പോൾ ആ ഒരു മൊത്തം ആ ഒരു നെറ്റ്വർക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ. റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു റിംഗ് ഷേപ്പ് എന്താണെന്നുള്ളത് ആലോചിച്ച് വെക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിംഗ് ഷേപ്പിലായിരിക്കും ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ഒരു റിംഗ് ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഹോൾ നെറ്റ്വർക്ക് അവിടെ ഫെയിൽ ആവുന്നുണ്ട്. ദെൻ സ്റ്റാർ ടോപ്പോളജി പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സെൻട്രൽ ഹബ് ഓർ സ്വിച്ച്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർ ടോപ്പോളജിയിലും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡിവൈസസും ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ എന്താണ് ഒരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു മാനേജ് ആൻഡ് ഫെയിലിയർ ഇൻ വൺ കേബിൾ അഫക്റ്റ് ഓൺലി വൺ ഡിവൈസ് ആണ്. അപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ എ ഫെയിലിയർ ഇൻ വൺ കേബിൾ അഫക്റ്റ് ഓൺലി വൺ ഡിവൈസ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫെയിലിയർ, അതായത് ഒരു കേബിളിൽ ഉണ്ടാവുന്ന ഫെയിലിയർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു ഡിവൈസിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റാർ ടോപ്പോളജിയിൽ നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് ദ എൻറ്റയർ നെറ്റ്വർക്ക് സ്റ്റോപ്പ് ഫങ്ഷനിങ്. ആ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു
ഇതിനെ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഡിവൈസസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് സ്റ്റാർ ടോപ്പോളജിയിൽ നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് മെഷ് ടോപ്പോളജി എന്താണ്? ഇൻ എ മെഷ് ടോപ്പോളജി എവറി ഡിവൈസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എവറി അതർ ഡിവൈസസ് ആണ്. അപ്പോൾ മെഷ് ടോപ്പോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡിവൈസസും എന്ത് ചെയ്യാണ്, ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, മറ്റ് ഡിവൈസസുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഹൈ റിലയബിലിറ്റി ബിക്കോസ് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ പാത്ത് ആർ അവൈലബിൾ. അപ്പോൾ ഒരു ഡിവൈസസിന് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ പാത്തുകളുണ്ട്. സോ അതാണ് ഈ ഒരു മെഷ് ടോപ്പോളജിയിൽ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഹൗവർ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആണ്. അപ്പോൾ ഈ ഒരു മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് മെഷ് ടോപ്പോളജിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു, അതെന്താണ്, എല്ലാ ഡിവൈസസും ഒരു സിംഗിൾ കേബിളിലോട്ട് കണക്റ്റഡ് ആയിരിക്കും, അതിനെയാണ് ബസ് എന്ന് പറയുന്നത്. ആൻഡ് റിംഗ് ടോപ്പോളജി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കുലർ പാത്തിലൂടെ ആയിരിക്കും ഡിവൈസസ് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സ്റ്റാർ ടോപ്പോളജി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡിവൈസസും ഒരു സെൻട്രൽ ഹബിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഡിവൈസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഹൗവർ ഇഫ് ദ സെൻട്രൽ ഹബ് ഫെയിൽസ് ദ എൻറ്റയർ നെറ്റ്വർക്ക് സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. അപ്പോൾ ആ ഒരു സെൻട്രൽ ഹബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ദെൻ മെഷ് ടോപ്പോളജി പറയുകയാണെങ്കിലോ അവിടെ എല്ലാ ഡിവൈസസും എന്താണ്, പരസ്പരം ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഒരു ഹൈ റിലയബിലിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ കണക്ഷൻ ഓറിയന്റഡ് ആൻഡ് കണക്ഷൻലെസ് പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോളിന് എക്സാമ്പിൾ ആണ് TCP എന്ന് പറയുന്നത്. ആൻഡ് കണക്ഷൻലെസ് പ്രോട്ടോകോൾ ആണ് UDP എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിൽ എന്താണ് എന്നുള്ളത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ TCP ആൻഡ് UDP പറയുന്നുണ്ട്. എന്താണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്? TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. ആൻഡ് UDP എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. അതാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ TCP ആൻഡ് UDP ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദീസ് ആർ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഓവർ ദി നെറ്റ്വർക്ക് ആണ്. ഇപ്പം നെറ്റ്വർക്കിലൂടെ നമ്മൾ ഡാറ്റാസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അതുപോലെ തന്നെ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പക്ഷേ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് ആയിക്കോട്ടെ, റിലയബിലിറ്റി ആയിക്കോട്ടെ, ട്രാൻസ്മിഷൻ ഡാറ്റ ട്രാൻസ്മിഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിഫറൻസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോളാണ്. ഓക്കെ, ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. അതായത് എന്താണ്, ബിഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ ബിഗിൻ ഇറ്റ് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് റിസീവർ യൂസിങ് എ 3-way ഹാൻഡ് ഷേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു ഡാറ്റാസുകൾ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യാണ്, സെൻഡർ ആൻഡ് റിസീവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിന് ശേഷമായിരിക്കും ഡാറ്റാസുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് TCP എൻഷുർ റിലയബിൾ ഡാറ്റ ഡെലിവറി ബൈ ചെക്കിംഗ് ഫോർ എറേഴ്സ്, റീട്രാൻസ്മിറ്റിംഗ് ലോസ്റ്റ് പാക്കറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡാറ്റ. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസുകൾ കറക്റ്റ് ഓർഡറിലാണോ സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും പാക്കറ്റ്സുകൾ, നമുക്കറിയാം ഡാറ്റാസുകൾ നമ്മൾ ചെറിയ യൂണിറ്റുകളായിട്ട് പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും പാക്കറ്റുകൾ അവിടെ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ അത് റീട്രാൻസ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എറേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ഇതൊക്കെ മെയിനായിട്ടും ഈ ഒരു TCP എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഫ്ലോ കൺട്രോൾ ആൻഡ് കൺജഷൻ കൺട്രോൾ. അതായത് ഡാറ്റ, ഒരുപാട് ഡാറ്റാസുകൾ നമ്മൾ അറ്റ് ദ സെയിം ടൈം സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ട്രാഫിക് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയി പോകും അല്ലേ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റയുടെ ഫ്ലോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡ്യൂ ടു ദീസ് ഫീച്ചേഴ്സ് TCP ഈസ് സ്ലോവർ ബട്ട് ഹൈലി റിലയബിൾ ആണ്. അപ്പോൾ ഇത്തരം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എന്താണ്, കുറച്ച് സ്ലോവർ ആണ് ഈ ഒരു TCP എന്ന് പറയുന്നത്, പക്ഷേ ഹൈലി റിലയബിൾ ആണ്.
അപ്പം അതിന് എക്സാമ്പിൾ ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിന് എക്സാമ്പിൾ പറയുന്നതാണ് HTTP, അതുപോലെ തന്നെ HTTPS, FTP, SMTP, ഇമെയിൽ സർവേഴ്സ് എന്ന് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അതൊരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഇനി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്താണ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡിഫറൻസ് കാര്യങ്ങൾ എഴുതാം. അല്ലെങ്കിൽ എന്താണ് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്താണ്, കണക്ഷൻലെസ് ഓറിയന്റഡ് പ്രോട്ടോകോൾ ചോദിച്ചു കഴിഞ്ഞാലും ഇത് രണ്ടും എഴുതിയാൽ മതി. കാരണം അതെന്താണ് ഓരോന്നിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇനി ഒരു UDP പറയുന്നുണ്ട്, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. അതൊരു കണക്ഷൻലെസ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അപ്പൊ ഇറ്റ് സെൻഡ് ഡാറ്റ ഡയറക്ട്ലി വിത്തൗട്ട് എസ്റ്റാബ്ലിഷിംഗ് എ കണക്ഷൻ. അപ്പൊ സെൻഡറും റിസീവറും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻസും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് ഡാറ്റാസുകൾ സെൻഡ് ചെയ്യാണ്. ആൻഡ് UDP ഡസ് നോട്ട് ഗ്യാരണ്ടി ഡെലിവറി, സീക്വൻസിങ് ഓർ റീട്രാൻസ്മിഷൻ ഓഫ് ലോസ്റ്റ് പാക്കറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ TCP പോലെയല്ല ഈ ഒരു UDP എന്താണ് നമുക്ക് കറക്റ്റ് ആയുള്ള ഒരു ഡെലിവറി, അതായത് റിസീവർക്ക് ആ ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ലോസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ് റീട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ആൻഡ് ഇറ്റ് പെർഫോം ഓൺലി ബേസിക് എറർ ചെക്കിംഗ് ആൻഡ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫ്ലോ ഓർ കൺജഷൻ കൺട്രോൾ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള എറർ ചെക്കിങ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺജഷൻ കൺട്രോള് ആൻഡ് ആ ഒരു ഫ്ലോ, ഡാറ്റയുടെ ഫ്ലോ കാര്യങ്ങൾ നോക്കുക, അതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അതിൽ പറയുന്നുണ്ട് UDP ഈസ് എ ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ഒരു UDP എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റ് ആണ്, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്, റിലയബിൾ ആയിട്ടുള്ള ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ റിലയബിൾ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിന് എക്സാമ്പിൾ പറയുന്നത് എന്താണ്, ഓൺലൈൻ ഗെയിമിംഗ്, അതുപോലെ തന്നെ വീഡിയോ സ്ട്രീമിംഗ്, ഇതൊക്കെയാണ് DNS, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ഇതാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോളും അതുപോലെ തന്നെ കണക്ഷൻലെസ് പ്രോട്ടോകോളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സെൻഡർ ആൻഡ് റിസീവർ തമ്മിലുള്ള ഒരു കണക്ഷൻ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആണെങ്കിൽ എന്താണ്, അവിടെ ഡാറ്റാസുകൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ അവിടെ കണക്ഷൻസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് എന്താണ്, ഡിസ്കസ് ദി എവല്യൂഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മൊബൈൽ ടെക്നോളജീസ് ഫ്രം 3G to 5G ആണ്. ഓക്കെ, എന്താണ് ആ ഒരു 3G ആൻഡ് 5G, ആ ഒരു ടെക്നോളജി, മൊബൈൽ ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷൻ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എവല്യൂഷൻ ഓഫ് മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻസ് പറയുന്നുണ്ട് 3G, 4G ആൻഡ് 5G. അപ്പൊ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം 3G to 5G, പ്രൊവൈഡിംഗ് ഫാസ്റ്റർ ഇന്റർനെറ്റ് സ്പീഡ്, ബെറ്റർ കണക്ടിവിറ്റി ആൻഡ് സപ്പോർട്ട് ഫോർ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു 3G നിന്നും 5Gയിലോട്ട് വന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ബെനഫിറ്റ്സുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം അല്ലെ. കുറച്ചും കൂടെ ആ ഒരു ഇന്റർനെറ്റ് സ്പീഡ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ബെറ്റർ ആയിട്ട് നമുക്ക് കണക്ഷൻസ് കാര്യങ്ങൾ, കണക്ടിവിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ആൻഡ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു മെയിൻ ബെനഫിറ്റ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഈ ഒരു 3G തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 3G ടെക്നോളജി ഇൻട്രൊഡ്യൂസ്ഡ് ഫാസ്റ്റർ മൊബൈൽ ഇന്റർനെറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് മൾട്ടിമീഡിയ സർവീസസ് ആണ്. കുറച്ചും കൂടെ ആ ഒരു മൊബൈൽ ഇന്റർനെറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഈ ഒരു തേർഡ് ജനറേഷനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൾട്ടിമീഡിയ സർവീസസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്തു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഡാറ്റ സ്പീഡ് റേഞ്ചിങ് ഫ്രം കിലോബൈറ്റ്സ് പെർ സെക്കൻഡ് ടു മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ്. അപ്പൊ അതിന്റെ ആ ഒരു സ്പീഡ്, ഡാറ്റയുടെ സ്പീഡ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, kbps നിന്നും നമുക്ക് mbps എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് എനേബിൾഡ് സർവീസസ് സച്ച് ആസ് വീഡിയോ കോളിംഗ്, മൊബൈൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ്, ഇമെയിൽ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആൻഡ് മൊബൈൽ ഗെയിമിംഗ്. അപ്പോൾ ഒരുപാട് ഈ ഒരു 3G യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. വീഡിയോ കോള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ആൻഡ് ഇമെയിൽ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആൻഡ് മൊബൈൽ ഗെയിമിംഗ്,
ഇതൊക്കെയാണ് ഈ ഒരു തേർഡ് ജനറേഷൻ്റെ മെയിൻ ബെനഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആൻഡ് പിന്നീട് എന്താണ് 3.5G വേർഷൻ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ആൻഡ് വീഡിയോ സ്ട്രീമിംഗ് ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ ഒരു ജനറേഷനിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് തേർഡ് ജനറേഷൻ ആയിട്ട് പറയുന്നത് 3G. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് 4G അല്ലേ, നമ്മുടെ ഫോർത്ത് ജനറേഷൻ ആയിട്ട് നമുക്കതിൽ പറയാനുണ്ട്. അപ്പം എന്താണ് 4Gയിൽ പറയുന്നത്? അപ്പോൾ 4G ടെക്നോളജി ബ്രൗട്ട് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്പീഡ് ആൻഡ് നെറ്റ്വർക്ക് പെർഫോമൻസ് ആണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സ്പീഡ് കാര്യങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് ഈ ഒരു 4Gയിൽ മെയിനായിട്ടും നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് ഹൈ സ്പീഡ് ആയുള്ള ഒരു ഇൻ്റർനെറ്റ് ആണ്, നമുക്ക് HD വീഡിയോ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ് ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ് ആൻഡ് പിന്നെന്താണ് ഒരു ലോവർ ആയുള്ള ഒരു ലേറ്റൻസി കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ആൻഡ് അൺലൈക്ക് ഏർലിയർ ജനറേഷൻ 4G യൂസേഴ്സ് ക്യാൻ IP ബേസ്ഡ് നെറ്റ്വർക്ക് അലോയിങ് സീംലെസ് ഇൻ്റർനെറ്റ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ജനറേഷൻ പോലെയല്ല, ഒരു IP ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ബേസ്ഡ് ആയുള്ള ഒരു നെറ്റ്വർക്ക് ആയിരുന്നു ഫോർത്ത് ജനറേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ ജനറേഷൻ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സുകൾ, ആ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ബെനഫിറ്റ്സുകൾ ആൻഡ് അഡ്വാൻസ്മെന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്കതിൽ പറയാനുള്ളത് വോയിസ് ഓവർ LTE ആണ് അല്ലേ. എ മേജർ ഫീച്ചർ ഓഫ് 4G ഈസ് വോയിസ് ഓവർ LTE ആണ്, വിച്ച് എനേബിൾ ഹൈ ഡെഫിനിഷൻ വോയിസ് കോൾ ഓവർ ദി LTE നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വോയിസ് കോൾസിനൊക്കെ കുറച്ചും കൂടെ ഒരു ഹൈ ഡെഫിനിഷൻ, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വോയിസ് കോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ജനറേഷൻ ആയപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ബെറ്റർ quality, faster call connection and allow users to use internet service while making voice call. അപ്പോൾ നമ്മൾ വോയിസ് കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കോൾ കണക്ഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ഫോർത്ത് ജനറേഷനിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഫൈനലി ഇത് ഫിഫ്ത്ത് ജനറേഷൻ ആണ് അല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിൽ പറയുന്നത്? ഫിഫ്ത്ത് ജനറേഷൻ ഈസ് ദി ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണ് ഈ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് എക്സ്ട്രീംലി ഹൈ ഡാറ്റ സ്പീഡ്. 10 Gbps വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു നെറ്റ്വർക്ക് സ്പീഡ് കാര്യങ്ങൾ, ഡാറ്റ സ്പീഡ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ കണക്ട് എ ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ് സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രൊവൈഡ് ഹൈലി റിലയബിൾ നെറ്റ്വർക്ക് പെർഫോമൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പെർഫോമൻസ് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് 5G സപ്പോർട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. നമുക്കറിയാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സ്മാർട്ട് സിറ്റീസ്, ഓട്ടോണമസ് വെഹിക്കിൾസ്, ദെൻ ടെലിമെഡിസിൻ, റിമോട്ട് സർജറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി ആപ്ലിക്കേഷൻ, ഇതുപോലെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡാറ്റ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എവല്യൂഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മൊബൈൽ ടെക്നോളജീസ് ഫ്രം 3G to 5G ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ, ദെൻ ഫിഫ്ത്ത് ജനറേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമുക്കതിൽ പറയാനുള്ളതാണ് എക്സ്പ്ലെയിൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ആൻഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് ആണ്. അപ്പൊ ഇതും മെയിൻ ആയിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ദ ഡെലിവറി ഓഫ് കമ്പ്യൂട്ടിംഗ് സർവീസസ് സച്ച് ആസ് സോഫ്റ്റ്വെയർ, സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് പവർ ഓവർ ദി ഇന്റർനെറ്റ്. യൂസേഴ്സ് ക്യാൻ ആക്സസ് ദി സർവീസ് whenever needed and pay only for what they use, similar to paying for electricity or water.
അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടിംഗ് സർവീസസ്, നമുക്ക് സ്റ്റോറേജ് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് സർവീസസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു നെറ്റ്വർക്ക് ഇന്റർനെറ്റിലൂടെ നമ്മൾ ഡെലിവറി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ യൂസേഴ്സ് ക്യാൻ ആക്സസ് ദീസ് സർവീസസ് വെനെവർ നീഡഡ് ആൻഡ് പേ ഓൺലി ഫോർ വാട്ട് ദേ യൂസ് എന്നുള്ളതാണ്. അപ്പൊ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇത്തരം സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും പറയാണ്, എക്സാമ്പിൾ പറയാണ് ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ എന്തെങ്കിലും കേടാവുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഡ്രൈവിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങൾ ഫ്രീ ആവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടും അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രമുള്ള പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊടുത്താൽ മതി. ഇൻ കേസ് പേയ്മെൻറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി, വാട്ടറൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് പേയ്മെന്റ് മാത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിന്റെ പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് പറയുന്നുണ്ട് അല്ലെ. എന്താണ് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് ആയിട്ട് പറയുന്നത്? അപ്പൊ അതിൽ പറയുന്നുണ്ട് പ്രൈവറ്റ് ക്ലൗഡ്. അപ്പൊ പ്രൈവറ്റ് ക്ലൗഡ് ഈസ് യൂസ്ഡ് ബൈ വൺ ഓർഗനൈസേഷൻ ഓൺലി. ഒരു ഓർഗനൈസേഷൻ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഹൈ സെക്യൂരിറ്റി ആൻഡ് ദ ഫുൾ കൺട്രോൾ ഓവർ ഡാറ്റ ആൻഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫുൾ കൺട്രോൾ, ആ ഒരു ഡാറ്റയ്ക്കും റിസോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫുൾ കൺട്രോൾ ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. കാരണം അവർ പ്രൈവറ്റ്ലി ഓൺ ചെയ്യുകയാണ്, അവർക്ക് മാത്രമുള്ള ക്ലൗഡാണ് അല്ലെ. ആൻഡ് അവിടെ എന്താണ്? ഒരു ഹൈ സെക്യൂരിറ്റി കാര്യങ്ങളായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഹൗവർ ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ബിക്കോസ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് മെയിൻറ്റെയിൻ ഇറ്റ്. പക്ഷേ ബെനഫിറ്റ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓർഗനൈസേഷൻ സ്വന്തമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് മേ യൂസ് പ്രൈവറ്റ് ക്ലൗഡ് ടു പ്രൊട്ടക്ട് കസ്റ്റമർ ഇൻഫർമേഷൻ. കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അതാണ് ഈ ഒരു പ്രൈവറ്റ് ക്ലൗഡിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പബ്ലിക് ക്ലൗഡ് ഈസ് അവൈലബിൾ ടു ദി ജനറൽ പബ്ലിക് ഓവർ ദി ഇന്റർനെറ്റ് ആണ്. നമുക്കൊരു ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. ആൻഡ് റിസോഴ്സസ് എന്ത് ചെയ്തിരിക്കും? പല യൂസേഴ്സിലും എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതും എന്താണ്? പേ ആസ് യു യൂസ് ബേസിസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ബേസിസിൽ മാത്രം പേയ്മെന്റ് കാര്യങ്ങൾ കൊടുത്താൽ മതി. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ആൻഡ് ഹൈലി സ്കാലബിൾ ആണ്. ഇപ്പം എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ആമസോൺ വെബ് സർവീസസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും അല്ലെ, ഇപ്പോൾ ആ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് പബ്ലിക് ക്ലൗഡ് ആയിട്ട് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ക്ലൗഡാണ് ഈ ഒരു പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റി ക്ലൗഡ് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ക്ലൗഡ് ഈസ് ഷെയർഡ് ബൈ സെവറൽ ഓർഗനൈസേഷൻ വിത്ത് സിമിലർ നീഡ്സ് ഓർ ഒബ്ജക്റ്റീവ്. അപ്പൊ സിമിലർ നീഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉള്ള ഓർഗനൈസേഷൻസ് ഷെയർ ചെയ്യുന്ന ഒരു ക്ലൗഡാണ് കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറയാറുള്ളത്. ആൻഡ് ഇറ്റ് ഹെൽപ് ദം ഷെയർ റിസോഴ്സസ് ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. അവർക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിസോഴ്സസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരുടെ കോസ്റ്റ് കാര്യങ്ങൾ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ മേ ഷെയർ കമ്മ്യൂണിറ്റി ക്ലൗഡ് ടു മാനേജ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഇപ്പം മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യാണ്? ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ക്ലൗഡിലേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഡാറ്റാസുകളും ഡീറ്റെയിൽസുകളും ഒക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിനും അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിമിലർ നീഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉള്ള ഓർഗനൈസേഷൻസ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡ് അവരെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഹൈബ്രിഡ് ക്ലൗഡ് ആണ്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പൈൻ 2 or more ക്ലൗഡ് മോഡൽസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ്, പബ്ലിക് ഇതുപോലെയുള്ള ക്ലൗഡുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്യാണ്. 2 or more ക്ലൗഡ് മോഡൽസുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ക്ലൗഡുകളാണ് ഇത്ര എന്ത് ചെയ്യാറുള്ളത്? കമ്പൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സെൻസിറ്റീവ് ആയുള്ള ഡാറ്റാസുകൾ അവർ പ്രൈവറ്റ് ക്ലൗഡിലും അതുപോലെ തന്നെ പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് ക്ലൗഡിലും ആയിരിക്കും
സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഹൈബ്രിഡ് ക്ലൗഡിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടിംഗ് സർവീസുകൾ ആക്സസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസ്, ഡിപ്ലോയ്മെന്റ് മോഡൽസ് പറഞ്ഞു, പ്രൈവറ്റ് ക്ലൗഡ്, അതുപോലെ തന്നെ പബ്ലിക് ക്ലൗഡ്, കമ്മ്യൂണിറ്റി ക്ലൗഡ് ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ആൻഡ് ക്ലൗഡ് സർവീസ് മോഡൽസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്ലൗഡ് സർവീസ് മോഡലും ഇതുപോലെ തന്നെ എന്താണ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പറയുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് പ്രൊവൈഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ത്രൂ ദി ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിലൂടെ നമുക്കൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു users can access the software using a web browser without installing it on their computers. നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ വെബ് ബ്രൗസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ സർവീസ് പ്രൊവൈഡർ ഹാൻഡിൽ മെയിൻ്റനൻസ്, അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, ഈ ഒരു സർവീസ് പ്രൊവൈഡറാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് ജിമെയിൽ, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂസേഴ്സ് ക്യാൻ ആക്സസ് ദി സോഫ്റ്റ്വെയർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു സോഫ്റ്റ്വെയർ അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂസിങ് എ വെബ് ബ്രൗസർ. ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അവിടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ട് പറയുന്നത്. ദെൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഡെവലപ്പേഴ്സ് ടു ക്രിയേറ്റ്, ടെസ്റ്റ് ആൻഡ് റൺ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇവിടെ ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാണ്, അവിടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും റൺ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാൻ. അതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ പ്രൊവൈഡർ മാനേജസ് ദി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ആ ഒരു പ്രൊവൈഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളായിരിക്കും അവിടെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യാണ്, കോഡ് മാത്രം എഴുതി കൊടുക്കാൻ, ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. ഗൂഗിൾ ആപ്പ് എഞ്ചിൻ ആണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയുള്ള കമ്പ്യൂട്ടിംഗ് റിസോഴ്സസുകൾ, ഇപ്പോൾ വെർച്വൽ സെർവർ, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആയിട്ട് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ പ്രൊവൈഡർ മാനേജ് ദ ഫിസിക്കൽ ഹാർഡ്വെയർ വൈൽ യൂസർ മാനേജ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ പ്രൊവൈഡർ അവിടെ മാനേജ് ചെയ്യുന്നത് ഫിസിക്കൽ ഹാർഡ്വെയർ ആണെങ്കിൽ യൂസേഴ്സ് മാനേജ് ചെയ്യുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ ആമസോൺ വെബ് സർവീസ് ആണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന് മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലൗഡ് മോഡൽ സർവീസ് അല്ലെ, ക്ലൗഡ് സർവീസ് മോഡൽസുകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്കതിൽ പറയാനുള്ളതാണ് ഇവാലുവേറ്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം നമ്മുടെ നെറ്റ്വർക്ക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് അത് അത്രത്തോളം സേഫ് ആണോ സെക്യൂർ ആണോ എന്നുള്ളത്. അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റം ആൻഡ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, സൈബർ അറ്റാക്ക് ആൻഡ് ഡാറ്റ ബ്രീച്ചസ്. ഇപ്പോൾ ഡാറ്റ ബ്രീച്ചസ് അല്ലെങ്കിൽ അറ്റാക്കിങ്, സൈബർ അറ്റാക്ക്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും നമ്മുടെ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ അതിലുള്ള ഡാറ്റാസിനെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസുകൾ, ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സ്? അപ്പോൾ
ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ടൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സെക്യൂരിറ്റി ത്രെഡ്സ് കാര്യങ്ങൾ എഴുതുന്നതിന് പകരമായിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ത്രെഡ്സുകൾ എന്തൊക്കെയാണ്, ആൻഡ് പിന്നീട് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൊട്ടക്റ്റീവ് ടൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് അതിന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമുക്കറിയാം ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ട്രക്ചർ അല്ലേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. ദെൻ എന്താണോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ജസ്റ്റ് ലാസ്റ്റ് ഒരു 2 ലൈനായിട്ട് നമുക്കൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഴുതാൻ സാധിക്കും. അപ്പം അങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആവുന്ന സമയത്ത് ഒരു 2 ലൈനൊക്കെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്താൽ മതി. ആൻഡ് ഒരു എസ്സേ ടൈപ്പ് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസിലും 2 മാർക്കായിട്ടും ചോദിക്കാം. അപ്പോൾ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ പ്രൈവറ്റ് ക്ലൗഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു 2 മാർക്കിനും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ദെൻ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു 2 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ത്രെഡ്സ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതെങ്കിലും 2 സെക്യൂരിറ്റി ത്രെഡ്സുകൾ പോയിന്റ് ഔട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഒരു കേസിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എസ്സേ രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ 2 മാർക്ക് ചോദിച്ചാലും 5 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പം നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സ് പറയുന്നുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നതാണ് മാൽവെയർ. മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മാലീഷ്യസ് ആയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യുന്നുണ്ട് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രപ്റ്റ് ചെയ്യാണ്. അപ്പം അതിൽ മെയിൻ ആയിട്ടും വരുന്നതാണ് വൈറസസ്, വോംസ് ആൻഡ് ട്രോജൻസ് എന്ന് പറയുന്നത്. ദെൻ റാൻസം വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, റാൻസം വെയർ ഇതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫയൽസുകൾ കാര്യങ്ങൾ അവരെന്ത് ചെയ്യാണ്, ലോക്ക് ചെയ്യാണ് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാണ്. ഇനി അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ആ ഒരു അറ്റാക്കേഴ്സ് നമ്മളോട് പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ ചോദിക്കുക. ഇനി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ഡീക്രിപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണെങ്കിൽ അതെന്ത് ചെയ്യും, പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊടുക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ത്രെറ്റാണ് എന്തെന്ന് പറയുന്നത്, റാൻസം വെയർ എന്ന് പറയുന്നത്. ആൻഡ് സ്പൈവെയർ ആൻഡ് കീ ലോഗേഴ്സ് പറയുന്നുണ്ട് അല്ലെ. സ്പൈവെയർ ആൻഡ് കീ ലോഗേഴ്സ് പറയുന്നത് എന്താണ്, ദിസ് പ്രോഗ്രാം സീക്രട്ട്ലി മോണിറ്ററിംഗ് യൂസർ ആക്ടിവിറ്റീസ് ആൻഡ് കളക്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, യൂസേഴ്സിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് മോണിറ്റർ ചെയ്യും. അവരുടെ പാസ്വേഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഡീറ്റെയിൽസുകൾ, സെൻസിറ്റീവ് ആയുള്ള ഇൻഫർമേഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവിടെ സ്റ്റീൽ ചെയ്യുന്നുണ്ട്. അതാണ് സ്പൈവെയർ ആൻഡ് കീ ലോഗേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഫിഷിംഗ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട് അല്ലേ. അവിടെ എന്ത് ചെയ്യാണ്, ഫേക്ക് ആയുള്ള ഇമെയിൽസുകൾ, മെസ്സേജസുകൾ, വെബ്സൈറ്റ് ലിങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അറ്റാക്കേഴ്സ് ട്രിക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ വിചാരിക്കും ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് സത്യമായിരിക്കും, ട്രൂ ആണെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ബാങ്കിൽ നിന്ന് വരുന്ന ഇമെയിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ കാര്യങ്ങളൊന്നും നോക്കാതെ പോയിട്ട് വേഗം നമ്മൾ കാര്യങ്ങൾ കൊടുക്കും അല്ലേ. പാസ്വേഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ട്രസ്റ്റ് ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് പറയുന്നത് അറ്റാക്കേഴ്സ് എന്ത് ചെയ്യാണ്, നമ്മൾ ട്രിക്ക് ചെയ്തുകൊണ്ട്, അതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മെയിലാണ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് എന്നുള്ളത് ട്രിക്ക് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ ഒബ്റ്റൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ഫിഷിംഗ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പറയുന്നത്. ദെൻ ഡെനിയൽ ഓഫ് സർവീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് സർവീസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, നെറ്റ്വർക്കിൽ ഒരു ഫ്ലഡ് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ഓ സെർവർ വിത്ത് എക്സസീവ് ട്രാഫിക്. അപ്പോൾ നമ്മൾ ചില വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടാറില്ല. നമ്മൾ വിചാരിക്കും ഇൻ്റർനെറ്റ് പൂർ ആയതുകൊണ്ടാണ്, ലോ ആയതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവിടെ എന്താണ്, ഈ ഒരു അറ്റാക്കേഴ്സ് അവിടെ ഒരു നെറ്റ്വർക്ക് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പം നമ്മൾ അവിടെ കയറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡാറ്റാസുകൾ അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സർവീസ് എന്ന് പറയുന്നത് അൺഅവൈലബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ലിങ്കിൽ കയറുന്ന സമയത്ത് അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡാറ്റാസ് കാര്യങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുക. അതാണ് ഈ ഒരു ത്രെറ്റായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ പറയുന്നത് SQL ഇഞ്ചക്ഷൻ പറയുന്നുണ്ട്. എന്ത് ചെയ്യാണ്, അവിടെ അറ്റാക്കേഴ്സ് ഇൻസേർട്ട് മാലീഷ്യസ് കോഡ് ഇൻ ടു എ വെബ്സൈറ്റ് ഡാറ്റാബേസ് ത്രൂ വൾണറബിൾ ഇൻപുട്ട് ഫീൽഡ് ടു സ്റ്റീൽ ഓർ മാനിപ്പുലേറ്റ് ഡാറ്റയാണ്. നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങൾ മോഷ്ടിക്കാനും അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
വെബ്സൈറ്റ്സിൽ മാലീഷ്യസ് ആയിട്ടുള്ള കോഡ്സ് കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബ്ലെൻഡഡ് ത്രെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് അറ്റാക്കിംഗ് മെത്തേഡ്സുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ബ്ലെൻഡഡ് ത്രെറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് പറയുന്നത്. മാൽവെയർ, റാൻസം വെയർ, സ്പൈവെയർ ആൻഡ് കീലോഗേഴ്സ് പറയുന്നുണ്ട്, ഫിഷിംഗ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ്, ജെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്, അതുപോലെ തന്നെ SQL ഇഞ്ചക്ഷൻ ആൻഡ് ബ്ലെൻഡഡ് ത്രെറ്റ്സ് ആണ്. ഇനി ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ടൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഫയർ വാൾസ്, അതായത് ട്രസ്റ്റഡ് ആൻഡ് അൺട്രസ്റ്റഡ് നെറ്റ്വർക്കിൻ്റെ ഒരു ലിങ്ക് ആയിട്ടാണ് ഫയർ വാൾസ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാഫിക്കുകളോ അല്ലെങ്കിൽ ബ്ലോക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനും ഓവർകം ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഫയർ വാൾസ് ടൂൾസുകൾ നമ്മൾ സിസ്റ്റംസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, അവിടെ നമ്മുടെ നെറ്റ്വർക്കിലെ എല്ലാ ആക്ടിവിറ്റീസുകളും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അലേർട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആയിട്ട് പറയുന്നത്. ദെൻ ആൻറ്റി വൈറസ് ആൻഡ് ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ ആണ്. ഇത്തരം സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യാണ്, നമുക്ക് വൈറസസ് കാര്യങ്ങൾ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ആൻറ്റി വൈറസ് ആൻഡ് ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ ആയിട്ട് പറയുന്നത്. ആൻഡ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പറയുന്നുണ്ട്. അപ്പോൾ VPN എൻക്രിപ്റ്റ് ഇന്റർനെറ്റ് ട്രാഫിക് ആൻഡ് പ്രൊവൈഡ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ചിലപ്പോൾ യൂസർ ആൻഡ് നെറ്റ്വർക്ക് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സെക്യൂർ ആക്കാനും ആൻഡ് ആ ഒരു ഇന്റർനെറ്റ് ട്രാഫിക് കാര്യങ്ങളൊക്കെ എൻക്രിപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ആക്സസ് കൺട്രോൾ ആൻഡ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു അഡീഷണൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ വെരിഫിക്കേഷൻ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിലൊക്കെ നിങ്ങൾ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ ആയുള്ള വെരിഫിക്കേഷൻ മെത്തേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സിസ്റ്റത്തെ കുറച്ചും കൂടെ സെക്യൂർ ആക്കി വെക്കുന്നതാണ് ഈ ഒരു ആക്സസ് കൺട്രോൾ ആൻഡ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് നെറ്റ്വർക്ക് സെഗ്മെന്റേഷൻ പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു നെറ്റ്വർക്കിനെ നമ്മൾ സ്മോളർ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു സൈബർ അറ്റാക്കിന്റെ ഇമ്പാക്റ്റ് നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡിഫറൻറ്റ് പ്രൊട്ടക്റ്റീവ് ടൂൾസ് ആൻഡ് സിസ്റ്റംസ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് അതിൽ പറയുന്നതാണ് അപ്പോൾ അതിൽ ആ ഒരു ടൂൾസിൽ വരുന്നുണ്ട് സാൻഡ് ബോക്സിംഗ് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ എന്താണ്, സസ്പീഷ്യസ് ആയിട്ടുള്ള ഫയൽസുകൾ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. ഇതും എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസിൽ നിന്ന് വരുന്ന ഡാറ്റാസുകൾ സെക്യൂർ ആക്കി വെക്കുക, ത്രെഡ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്, സൈബർ അറ്റാക്കിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, ഡാറ്റാസുകൾ സേഫ് ആൻഡ് സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ് അല്ലേ. ആൻഡ് ഇനി ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെഡ്സ് കാര്യങ്ങളൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസുകൾ എന്തൊക്കെയാണ്, നമ്മൾ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നെറ്റ്വർക്ക് വിസിബിലിറ്റി കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡിവൈസ് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യുക അല്ലേ. അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക. ദെൻ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി, നമ്മൾ സർവീലിയൻസ് ക്യാമറാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ സ്റ്റാഫ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് സ്റ്റാഫിന് എന്താണ്, ഇത്തരത്തിലുള്ള ത്രെഡ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെറ്റുകൾ എന്താണെന്ന് പറഞ്ഞു, അത് ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സിസ്റ്റംസ് ആൻഡ് ടൂൾസ് പറഞ്ഞു. ആണ് ഈ ഒരു ത്രെറ്റുകൾ നമ്മൾ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്ക്രൈബ് ദി റൂൾസ് ഓഫ് HTML, CSS ആൻഡ് സ്ക്രിപ്റ്റിംഗ് ഇൻ വെബ് ടെക്നോളജീസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെബ് പേജസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമുക്കറിയാം ഇന്ന് ഒരുപാട് ആ ഒരു ഡിജിറ്റൽ ഫീൽഡിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്ക് കാര്യങ്ങളാണെങ്കിലും ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു HTML, CSS ആൻഡ് സ്ക്രിപ്റ്റിംഗ് ഇൻ വെബ് ടെക്നോളജീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ വെബ് പേജസുകൾ ഇൻട്രാക്റ്റീവ് ആക്കാനും അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആക്കാനും ആൻഡ് ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു HTML, CSS ആൻഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും റോൾ എന്താണെന്നുള്ളത് നോക്കാം.
HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTMLന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ അതെന്താണ്, ഒരു ബേസിക് ആയുള്ള ഒരു ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ്. നമ്മൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെബ് പേജിന് ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് നമുക്ക് ഈ ഒരു HTML യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ടെക്സ്റ്റ്, ഇമേജസ്, ലിങ്ക്, ടേബിൾ ഒക്കെ ആയിട്ടായിരിക്കും വെബ് പേജസിൽ ഡാറ്റാസുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആയിട്ട് പറയുന്നത്. ആൻഡ് അതിൽ നമുക്ക് ഒരുപാട് ടാഗ്സുകൾ യൂസ് ചെയ്യാനുണ്ട്, ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം H1 അതുപോലെ തന്നെ P, ഇമേജ്, ഇതൊക്കെ എന്താണ്, ഡിഫറൻസ് ആയിട്ടുള്ള എലമെന്റ്സുകൾ നമുക്ക് ആഡ് ചെയ്യാനാണ്. ഇപ്പം P ആണെങ്കിൽ നമ്മൾ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, H1 ആണ് ഹെഡിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമേജ് ആണെങ്കിൽ ഇമേജസുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഡ് എഴുതും അല്ലേ. കോഡ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൃത്യമായ ഒരു വെബ് പേജ് കമ്പ്യൂട്ടർ തരുന്നത്. കാരണം കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജസുകളെ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ അത്തരം കോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഈ ഒരു HTML ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് HTML ഡോക്യുമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ദി ഡിക്ലറേഷൻ ടൈപ്പ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, HTML അതുപോലെ ഹെഡ്, ബോഡി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടാഗുകൾ, എലമെന്റ്സുകൾ നമ്മൾ അതിൽ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അത് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൃത്യമായുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വെബ് പേജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എലമെന്റ്സ് കാര്യങ്ങൾ നമ്മൾ HTML നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് പറയുന്നുണ്ട്. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ആയിട്ടും ദാറ്റ് ഈസ് എ സ്റ്റൈലിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു HTML എലമെന്റ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ അപ്പിയറൻസ് കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം ഫോണ്ടുകൾ, വെബ് പേജിൽ ഉണ്ടാകുന്ന ഫോണ്ടിൻ്റെ കളർ മാറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് മാറ്റാൻ ആൻഡ് സ്പേസിങ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് കൺട്രോൾ കളേഴ്സ്, ഫോണ്ട്, സൈസ്, സ്പേസിങ്, അലൈൻമെന്റ് ആൻഡ് ബോർഡേഴ്സ് ടു മേക്ക് വെബ് പേജസ് അട്രാക്റ്റീവ്. വെബ് പേജ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാറുണ്ടല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ CSS ഫയൽ ക്യാൻ ബി അപ്ലൈഡ് ടു മൾട്ടിപ്പിൾ പേജസ്. അപ്പോൾ ഒരു സിംഗിൾ CSS ഫയൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വെബ് പേജിലുള്ള മൾട്ടിപ്പിൾ പേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എൻഷുറിങ് എ കൺസിസ്റ്റന്റ് ഡിസൈൻ ആൻഡ് മേക്കിംഗ് അപ്ഡേറ്റ് ഈസിയർ. നമുക്ക് കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാനും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്താണ്, ഇൻലൈൻ CSS അതുപോലെ തന്നെ ഇന്റേണൽ CSS ആൻഡ് എക്സ്റ്റേണൽ CSS കാര്യങ്ങൾ നമുക്കതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, വെബ് പേജിലുള്ള ആ ഒരു സ്റ്റൈൽ അല്ലെ, അതിന് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് സ്ക്രിപ്റ്റിംഗ് പറയുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് ആഡ് ഡൈനാമിക് ആൻഡ് ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ടു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വെബ് പേജിൽ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയുള്ള ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ ഡൈനാമിക് ആയുള്ള ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യാറുള്ളത്. സോ അതിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂസേഴ്സിൻ്റെ വെബ് ബ്രൗസറിലായിരിക്കും അത് റൺ ചെയ്യുന്നുണ്ടായിരിക്കുക. മെയിനായിട്ടും അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആനിമേഷൻസ്, ഇൻട്രാക്റ്റീവ് ആയുള്ള മെന്യൂസുകൾ, പോപ്പപ്പ് മെസ്സേജസുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു വെബ് പേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നടത്താറുള്ളത്. ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും വെബ് സെർവറിലായിരിക്കും അത് റൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് PHP അതുപോലെ തന്നെ Node.js എന്ന് പറയുന്നത്. ആൻഡ് ഹാൻഡിൽ യൂസർ ഒതന്റിക്കേഷൻ, ഡാറ്റാബേസ് ഓപ്പറേഷൻ, സെക്യൂർ ലോഗിങ് ആൻഡ് ജനറേഷൻ ഓഫ് ഡൈനാമിക് വെബ് പേജ് കണ്ടന്റ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് നടത്താറുള്ളത്. അപ്പോൾ നമ്മൾ വെബ് ടെക്നോളജീസിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ എലമെന്റ്സുകളാണ് ഈ ഒരു HTML, CSS ആൻഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. ആൻഡ് അതിൽ മെയിൻ ആയിട്ടും ആ ഒരു വെബ് പേജിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യാറുള്ളത്. സ്ക്രിപ്റ്റിംഗ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെബ്സൈറ്റ് ഇൻട്രാക്റ്റീവ് ആയുള്ള ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ ഡൈനാമിക് ആയുള്ള എലമെന്റ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു
ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് അതിൽ പറയുന്നതാണ് എക്സ്പ്ലെയിൻ ദി 6 സ്റ്റേജസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളാണ്. അപ്പൊ ഇപ്പോഴത്തെ ആളുകളൊക്കെ എന്തെങ്കിലും ഇപ്പൊ ചില ആളുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരൊക്കെ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ആ ഒരു ലൈഫ് സ്റ്റേജ് ഒരു 6 സ്റ്റേജസിലൂടെയാണ് നമുക്കത് പറയാനുള്ളത്. അപ്പൊ ബേസിക് ആയുള്ള ഒരു കാര്യമാണ്, അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ, എങ്ങനെയായിരിക്കും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും അത്രയും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു 6 സ്റ്റേജസിലൂടെയാണ് മെയിൻ ആയിട്ടും അവരൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ SDLC ഈസ് എ സ്ട്രക്ചേർഡ് പ്രോസസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ത്രൂ 6 വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ് ആണ്. ഒരു 6 സ്റ്റേജസിലൂടെയാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നുണ്ട് പ്ലാനിങ് ആൻഡ് അനാലിസിസ് ആണ്. അവിടെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസുകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ പ്ലാനിങ് ആൻഡ് അനാലിസിസ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. നമ്മൾ അത് പ്ലാൻ ചെയ്യാണ്, ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്ട് സ്കോപ്പ് എന്താണ്, റിസോഴ്സസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്കതിൽ പറയാനുണ്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് ഡിസൈൻ ആണ് അല്ലെ. എ ബ്ലൂ പ്രിന്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. ഇൻക്ലൂഡിംഗ് ദി ഡിസൈൻ ഓഫ് യൂസർ ഇന്റർഫേസസ്, ഡാറ്റാബേസ് സ്ട്രക്ചർ ആൻഡ് ഓവറോൾ സിസ്റ്റം ആർക്കിടെക്ചർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഓവറോൾ സിസ്റ്റം ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഇതെങ്ങനെയായിരിക്കണം, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേജിൽ എന്താണ്, കോഡിംഗ് ആണ്. നമുക്കറിയാം ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഇപ്പോൾ ജാവ, പൈത്തൺ, C++ തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യാണ്, ആ ഒരു കോഡിങ് നടത്തുകയാണ് അല്ലേ. അതാണ് സ്റ്റേജ് 3 ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് സ്റ്റേജ് 4 പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ കോഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ബഗ്സ് കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ വൈറസസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് എൻഷുറിങ് മീറ്റ്സ് ഓൾ റിക്വയർഡ് സ്റ്റാൻഡേർഡ് ആൻഡ് സോൾവ് ദി ഇൻറ്റൻഡഡ് പ്രോബ്ലം. അപ്പം നമ്മളെല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മളെല്ലാ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ അത് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഡിപ്ലോയ്മെന്റ് ആണ് പറയുന്നത്. നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ, സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി മെയിൻ്റെനൻസ് ആണ്. ഡെവലപ്പേഴ്സ് പ്രൊവൈഡ് ഓൺ ഗോയിങ് അപ്ഡേറ്റ്സ്, റിസോൾവ് ന്യൂ ഇഷ്യൂ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് പബ്ലിക്കിലോട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് ചെയ്തിരിക്കണം, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം, എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതാണ് ഈ ഒരു മെയിൻ്റെനൻസ് സ്റ്റേജിലായിട്ട് പറഞ്ഞത്. അപ്പോൾ 6 സ്റ്റേജസിലൂടെയാണ് നമ്മൾ മെയിനായിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പ്ലാനിങ് ആൻഡ് അനാലിസിസ് പറഞ്ഞു, ദെൻ ഡിസൈൻ എന്താണെന്ന് പറഞ്ഞു, കോഡിങ് പറയുന്നുണ്ട്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകൾ തന്നെയാണ്, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി വേരിയസ് നെറ്റ്വർക്ക് ഡിവൈസസ് ആൻഡ് ദിയർ സ്പെസിഫിക് റോൾ ഇൻ ആൻ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഡിവൈസസ്? അപ്പോൾ ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് നെറ്റ്വർക്ക് ഡിവൈസസുകളുണ്ട് അല്ലേ. അപ്പോൾ ഫിസിക്കൽ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ എസെൻഷ്യൽ ഫോർ കണക്റ്റിംഗ് കോമ്പോണൻസ് ആൻഡ് മാനേജിങ് ഷെയർഡ് റിസോഴ്സസ് ആണ്. അപ്പം നമുക്ക് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പോണൻസുകളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹബ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ലിങ്ക് സെവറൽ ഡിവൈസസ് വിത്തിൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള ഡിഫറെൻറ്റ് ഡിവൈസസിനെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹബ്ബ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഹബ്ബ് യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെയുള്ള ഡിവൈസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് സ്വിച്ചസ് പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്, എൻഹാൻസ് ഓവറോൾ നെറ്റ്വർക്ക് പെർഫോമൻസ് ബൈ റെഗുലേറ്റിംഗ് ട്രാഫിക് ആൻഡ് സെൻഡിങ് ഡാറ്റ സ്പെസിഫിക്കലി ടു ദി അപ്രോപ്രിയേറ്റ് റിസിപ്പിയൻ ഡിവൈസ് ആണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്പെസിഫിക്കലി ഡാറ്റാസുകൾ സെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാഫിക് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓവറോൾ നെറ്റ്വർക്ക് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് സ്വിച്ചസ് എന്ന് പറയുന്നത്. ഒരു ഓവറോൾ നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റിസീവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസുകൾ സെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഡാറ്റ ട്രാഫിക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്.
ആൻഡ് റൂട്ടേഴ്സ് പറയുന്നുണ്ട്. റൂട്ടേഴ്സ് ആക്ട് ആസ് ദ പ്രൈമറി ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആണ്. അതായത് സച്ച് ആസ് കണക്ടിങ് എ ഹോം ലാൻഡ് ടു ദി ബ്രോഡ് ഇന്റർനെറ്റ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ അവിടെ നമ്മൾ ഡാറ്റാസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ കോമ്പണന്റ് ആണ് റൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മോഡംസ് പറയുന്നുണ്ട് serve as translator that convert data between digital forms and analog forms. അപ്പോൾ ഡാറ്റാസിന് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാൻ, അതായത് അനലോഗ് ഫോംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോംസിലായിട്ട് ഡാറ്റാസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടാണ് മോഡംസ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വയർലെസ് ആക്സസ് പോയിന്റ് ആണ്. Extend the reach of a network by facilitating wireless connection for mobile devices within a specific range. നമുക്കൊരു സ്പെസിഫിക് റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് വയർലെസ് ആയിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് വയർലെസ് ആക്സസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് വയർലെസ് ആക്സസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻറ്റ് കോമ്പണൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസസ് ആണ്. അപ്പം അതിൽ ഹബ് എന്താണെന്ന് പറഞ്ഞ്, സ്വിച്ച് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ റൂട്ടേഴ്സ്, മോഡംസ് ആൻഡ് വയർലെസ് ആക്സസ് പോയിന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് മെയിൻ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെന്റ് ആൻഡ് ദ പ്രൈമറി റോൾ ഓഫ് ഇറ്റ്സ് കോർ സ്ട്രക്ചറൽ എലമെന്റ്സ് ആണ് അല്ലെ. എന്താണ് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിന്റെ ആ ഒരു ബേസിക് ആയുള്ള സ്ട്രക്ചർ എന്താണ്, അതിന്റെ പ്രൈമറി റോള് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളത് തന്നെയാണ്. HTML എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേസിക് ആയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക് ടൈപ്പ് HTML, അതായത് ഒരു ഡിക്ലറേഷൻ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോഡ് കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് ഏറ്റവും ടോപ്പായിട്ട്, വെരി ടോപ്പ് ഓഫ് ദി പേജ്, മറ്റ് ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്ന ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു ടാഗാണ് ഈ ഒരു ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? എന്ത് ഡോക്യുമെന്റ് ടൈപ്പ് ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനും അതുപോലെ തന്നെ വെബ് പേജസുകൾ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടാഗ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഡ് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതുന്നത് ഈ ഒരു ഡിക്ലറേഷൻ കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെബ് പേജുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ്ലി നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ HTML ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ HTML ടാഗ് എന്ന് പറയുമ്പോൾ നോൺ ആസ് ദി റൂട്ട് എലമെന്റ് ആണ്. അപ്പോൾ എല്ലാ കണ്ടന്റുകളും നമ്മൾ ഈ ഒരു HTML ടാഗിന്റെ ഉള്ളിലായിരിക്കും എഴുതുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് മാർക്ക് ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ് സ്ട്രക്ചർ. ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചറിന്റെ എൻഡിലും ബിഗിനിങ്ങിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടാഗ് HTML ടാഗ് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പാരഗ്രാഫ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മൾ എൻറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഹെഡ് സെക്ഷൻ പറയുന്നുണ്ട്. ഹെഡ് സെക്ഷൻ contain meta information about the document that is not directly visible to users. These include the page title, character set definition and a link to external resources like CSS style sheet ആണ്. അപ്പോൾ ഈ ഒരു ഹെഡ് സെക്ഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? ആ ഒരു വെബ് പേജിന്റെ ടൈറ്റിൽ അതുപോലെ തന്നെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെഡ് സെക്ഷനിലായിരിക്കും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ബോഡി സെക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദി വിസിബിൾ കണ്ടന്റ്. യൂസേഴ്സിന് വിസിബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഈ ഒരു ബോഡി സെക്ഷനിലായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ ടെക്സ്റ്റ്, ഇമേജസ്, ഹൈപ്പർ ലിങ്ക്സ്, മൾട്ടിമീഡിയ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബോഡി സെക്ഷനിലാണ് പറയുന്നത്. ആൻഡ് സെമാൻറ്റിക് ഓർഗനൈസേഷൻസ് പറയുന്നത്. അപ്പോൾ ഒരു വിത്തിൻ ദ ബോഡി കണ്ടന്റ് ഈസ് ഓർഗനൈസ്ഡ് യൂസിങ് സ്പെഷ്യൽ ടാഗുകൾ. അപ്പോൾ ആ ഒരു ബോഡിയിൽ തന്നെ നമുക്ക് എന്താണ്? സ്പെഷ്യൽ ടാഗുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പാരഗ്രാഫ് കാര്യങ്ങൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിങ് H1, H2. അപ്പോൾ ഹെഡിങ്ങിൻ്റെ ആ ഒരു സൈസിൽ ഫോർമാറ്റിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി പാരഗ്രാഫ്സ് വേണമെങ്കിൽ P ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. പാരഗ്രാഫായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെബ് പേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് സെമാൻറ്റിക് ഓർഗനൈസേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടും ആ ഒരു HTML ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ആ ഒരു ഡോക്ക് ടൈപ്പ് HTML ഡിക്ലറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HTML ടാഗ്, ദെൻ ഹെഡ് സെക്ഷൻ, അതുപോലെ തന്നെ ബോഡി സെക്ഷൻ പറയുന്നുണ്ട്, ആൻഡ് സെമാൻറ്റിക് ഓർഗനൈസേഷൻ. അപ്പോൾ കോഡ് കാര്യങ്ങളൊന്നും എഴുതാൻ നമ്മളോട് ചോദിക്കില്ല. ആൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു കോഡിലൂടെയാണ് നമ്മളൊരു വെബ് പേജ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് കമ്പയർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് സർവീസസ് ആണ്. ഷെയർഡ്, VPS ആൻഡ് ഡെഡിക്കേറ്റഡ് ആൻഡ് ക്ലൗഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വെബ് ഹോസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് വെബ്സൈറ്റ് ഫയൽ ഓൺ എ സെർവർ സോ ദാറ്റ് ദേ ക്യാൻ ബി ആക്സസ് ഓൺ ദി ഇന്റർനെറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് വെബ്സൈറ്റ് ഫയൽ ഓൺ എ സെർവർ. ഒരു സെർവറിൽ നമ്മൾ വെബ്സൈറ്റ് ഫയൽസുകൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്റർനെറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വൺസ് എ വെബ്സൈറ്റ് ഈസ് ഹോസ്റ്റഡ് യൂസേഴ്സ് ക്യാൻ വിസിറ്റ് ഇറ്റ് യൂസിങ് ഡൊമൈൻ നെയിം. ഇപ്പൊ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമൈൻ നെയിംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ 3 ടൈപ്സ് ആണ്, നമുക്ക് 4 ടൈപ്സ് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ്. അപ്പൊ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ആർ സെയിം സെർവർ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ് ആണ്. അപ്പൊ ഈ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗിൽ എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ വെബ്സൈറ്റുകൾ ഒരു സെയിം സെർവർ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണ്, അവിടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ആ ഒരു റൂം അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു സെർവർ മൾട്ടിപ്പിൾ വെബ്സൈറ്റുകൾ ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് ആൻഡ് സ്മോൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടെ ഈ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിട്ട് പറയുന്നത്. ആൻഡ് VPS പറയുന്നുണ്ട് വെർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് പ്രൊവൈഡ് ഡെഡിക്കേറ്റഡ് വെർച്വൽ സർവീസസ് വിത്തിൻ എ ഷെയർഡ് ഫിസിക്കൽ സെർവർ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഷെയർഡ് ഫിസിക്കൽ സെർവറിനുള്ളിൽ തന്നെ ഒരു വെർച്വൽ റിസോഴ്സുകൾ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് VPS ഹോസ്റ്റിംഗ് എന്ന് പറയാറുള്ളത്. ആൻഡ് ബെറ്റർ പെർഫോമൻസ് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ. ഷെയർഡ് ഹോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു സെക്യൂരിറ്റി ആൻഡ് ബെറ്റർ പെർഫോമൻസ് കാര്യങ്ങളാണ് VPS പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സ്യൂട്ടബിൾ ഫോർ മീഡിയം സൈസ്ഡ് വെബ്സൈറ്റ്സ് വിത്ത് ഗ്രോയിങ് ട്രാഫിക് ആണ്. അപ്പോൾ ഒരു മീഡിയം സൈസ്ഡ് വെബ്സൈറ്റിന് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ VPS എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു വെർച്വൽ സെർവർ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഓർഗനൈസേഷൻ ആണ് പ്രൈവറ്റ്ലി അവരൊരു സെർവർ ഹോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ ആയിട്ട് പറയുന്നത്. ഒരു പ്രൈവറ്റ്ലി ഇപ്പൊ നമ്മൾ റെന്റിന് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നോക്കുക. ദെൻ ഡെഡിക്കേറ്റഡ് പറയുന്നുണ്ട്. അപ്പൊ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് വൺ എൻറ്റയർ സെർവർ ഈസ് അസൈൻ ടു എ സിംഗിൾ വെബ്സൈറ്റ്. അതായത് ഒരു സിംഗിൾ വെബ്സൈറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെർവറിനെ നമ്മൾ അസൈൻ ചെയ്യാം. അതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹൗസ് നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടേത് മാത്രമാണ് അല്ലേ, നമ്മൾ വേറെ ആർക്കും അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ മാക്സിമം പെർഫോമൻസ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ലാർജ് ബിസിനസ്സിനൊക്കെ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റിംഗ് ആണ്. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണ്. ക്ലൗഡ് ഹോസ്റ്റിംഗ് യൂസസ് എ നെറ്റ്വർക്ക് ഓഫ് സെർവേഴ്സ് ഓൺ ദ ഇന്റർനെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ഫിസിക്കൽ സെർവർ ആണ്. അപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു നെറ്റ്വർക്ക് ഓഫ് സെർവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ ഫിസിക്കൽ സെർവർ അല്ല, ഒന്നിലധികം സെർവേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ യൂസേഴ്സിനാണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന സെർവർക്ക് മാത്രം എന്താണ് പേയ്മെന്റ് കാര്യങ്ങൾ കൊടുത്താൽ മതി. ആൻഡ് ഒരു ഹൈ ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി ആൻഡ് സ്കാലബിലിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഷെയർഡ് ഹോസ്റ്റിംഗ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വെർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആൻഡ് ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി 7 layers ഓഫ് ദി OSI റെഫറൻസ് മോഡലാണ്. ഓപ്പൺ സിസ്റ്റം ഇന്റർനെറ്റ് കണക്ഷൻസിന്റെ ആ ഒരു 7 layers എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ? ഈസ് എ സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ ISO ടു എക്സ്പ്ലെയിൻ ഹൗ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ നെറ്റ്വർക്ക് ആണ്. ഒരു നെറ്റ്വർക്കിലൂടെ എങ്ങനെ ഡാറ്റാസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് ആണ് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ എന്ന്
പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടും 7 ലെയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ ലെയേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്. അപ്പോൾ എന്താണ്, ആ ഒരു റോ ഡാറ്റാസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയുള്ള ഒരു ലെയർ ആണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ കേബിൾസ് അല്ലെങ്കിൽ വയർലെസ് സിഗ്നൽസ് ആൻഡ് അതർ മീഡിയാസ് ആയിട്ടായിരിക്കും ഇവിടെ ഡാറ്റാസുകൾ, റോ ഡാറ്റാസുകൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു ഫിസിക്കൽ ലെയർ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഡാറ്റാസുകൾ നമ്മൾ സിഗ്നൽസുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. സിങ്ക്രണൈസേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിവൈസസ് പറയുകയാണെങ്കിൽ റബ്ബ്, റിപ്പീറ്റർ ഒക്കെയാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഇപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് നോഡ് ടു നോഡ് ഡാറ്റ ഡെലിവറി ആണ്. അതായത് ഡാറ്റാസുകൾ കറക്റ്റായിട്ട് ഡെലിവർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എറർ ഫ്രീ ട്രാൻസ്മിഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഒരു ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാസിൻ്റെ ഫ്രെയിമിങ്, അതുപോലെ തന്നെ എയർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻസ് പറയുന്നുണ്ട്. ഫ്ലോ കൺട്രോൾ ആൻഡ് മാക് അഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡാറ്റ ലിങ്ക് ലെയർ ആയിട്ട് പറയാനുള്ളത്. ദെൻ നെറ്റ്വർക്ക് ലെയർ ആണ്, ലെയർ 3 അല്ലേ. ഇവിടെ എന്ത് ചെയ്യാണ്, റൂട്ടിംഗ് ആൻഡ് ലോജിക്കൽ അഡ്രസ്സിംഗ് ടു ട്രാൻസ്ഫർ ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ നമ്മൾ ഡാറ്റാസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോജിക്കൽ അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നെറ്റ്വർക്ക് ലെയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ റൂട്ടിംഗ് ഓഫ് പാക്കറ്റ്സ് ആൻഡ് അതുപോലെ തന്നെ ലോജിക്കൽ അഡ്രസ്സിംഗ് യൂസിങ് IP അഡ്രസ്സസ്, പാക്കറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് ഫോർത്ത് ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ദ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുർ റിലയബിൾ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആ ഒരു എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ, അതായത് സെൻഡർ ടു റിസീവർ, അതാണ് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെഗ്മെൻറ്റേഷൻ, റിസംബ്ലി, എറർ റിക്കവറി, അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ടെർമിനേഷൻ. ഇതാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ പറയുന്നത്. ആൻഡ് സെഷൻ ലെയർ ആണ്. ദ സെഷൻ ലെയർ മാനേജ് കമ്മ്യൂണിക്കേഷൻ സെഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. അപ്പോൾ ഡിവൈസസ് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഷൻ ലെയർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ടെർമിനേഷൻ കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡയലോഗ് കൺട്രോൾ, ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ പ്രസൻറ്റേഷൻ ലെയർ ആണ്. പ്രസൻറ്റേഷൻ ലെയർ ആക്ട് ആസ് എ ട്രാൻസ്ലേറ്റർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഡാറ്റാസുകൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡാറ്റാസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് എൻക്രിപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡീക്രിപ്റ്റ് ചെയ്യുക ആൻഡ് ഡാറ്റ കംപ്രഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലെയറിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻ ലെയർ ആണ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ് സർവീസ് ഡയറക്ട്ലി ടു ദി യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് യൂസർ ആൻഡ് ആപ്ലിക്കേഷൻസിന് ഡയറക്റ്റ് ആയിട്ട് സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ ആയിട്ട് പറയുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ വെബ് ബ്രൗസിങ്, അതുപോലെ തന്നെ ഇമെയിൽ സർവീസ്, ഫയൽ ട്രാൻസ്ഫർ, ഡൊമൈൻ നെയിം സർവീസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 7 ലെയേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആ ഒരു ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡലിൻ്റെ 7 ലെയേഴ്സുകൾ നമ്മൾ ഏതാണ്, ഫിസിക്കൽ ലെയർ പറഞ്ഞു, അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയർ പറയുന്നുണ്ട്, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഡിസ്കസ് ദി ആർക്കിടെക്ചർ ആൻഡ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് അല്ലേ. ബ്ലൂടൂത്ത് നമുക്കറിയാം ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ എല്ലാവരും ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. നിങ്ങളുടെ എയർപോർട്ട്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ബ്ലൂടൂത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് ഈസ് എ ഷോർട്ട് റേഞ്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് and use it to exchange data between devices without cable. ഇപ്പോൾ കേബിൾ കണക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്താണ് ഡാറ്റാസ് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ക്രിയേറ്റ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ബൈ കണക്ടിങ് ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്സ്, വയർലെസ് ഹെഡ്ഫോൺ, കീബോർഡ് ആൻഡ് സ്മാർട്ട് വാച്ചസ്. അപ്പോൾ ഇത്തരം ഡിവൈസസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ ആൻഡ് വർക്കിംഗ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് യൂസ് എ കണക്ഷൻ ഓറിയന്റഡ് പെയറിംഗ് പ്രോസസ് ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ് ആണ്. ആ ഒരു ഡിവൈസസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണക്ഷൻ ഓറിയന്റഡ് പെയറിംഗ് അവിടെ നടത്താറുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടും 4 സ്റ്റേജസിലൂടെയാണ് പറയുന്നത്. ആദ്യം എന്താണ്, ഡിസ്കവറിയാണ്. ബ്ലൂടൂത്ത് എനേബിൾ ഡിവൈസ് സെർച്ച് ഫോർ ആൻഡ് ഐഡന്റിഫൈ നിയർ ബൈ ഡിവൈസസ് വിത്ത് റേഞ്ച്. അപ്പം ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എനേബിൾ ആയിട്ടുള്ള ഡിവൈസസ് നമ്മൾ സെർച്ച് ചെയ്യും അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്ന ആ ഒരു ഡിസ്കവറി പറയുന്നത്. ദെൻ പെയറിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ദ ഡിവൈസ് എസ്റ്റാബ്ലിഷ് എ സെക്യൂർ കണക്ഷൻ. നമ്മളത് പെയർ ചെയ്യും, നമ്മുടെ ഡിവൈസും ബ്ലൂടൂത്തുമായിട്ട് നമ്മൾ പെയർ ചെയ്യുന്നുണ്ട്. യൂഷ്വലി ത്രൂ എ പാസ് കീ ഓർ കൺഫർമേഷൻ പ്രോസസ്. നമുക്കൊരു പെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷൻ വരും അല്ലേ. അപ്പം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പെയറിംഗ് കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിവൈസ് നമ്മൾ പെയർ ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ ഡാറ്റ ട്രാൻസ്ഫർ പറയുന്നുണ്ട്. അപ്പോൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് പെയർഡ് ഡിവൈസസ് എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ വയർലെസ് ത്രൂ സ്മോൾ ഡാറ്റ പാക്കറ്റ്സ്. അപ്പോൾ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസസിലൂടെ എന്ത് ചെയ്യാണ്, ആ ഒരു ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമായുള്ള ഡാറ്റാസുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി എന്താണ്, ഡിസ്കണക്ഷൻ. അപ്പോൾ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ ഈസ് ടെർമിനേറ്റഡ്. ദ ഡിവൈസ് ക്യാൻ റീകണക്ട് ഓട്ടോമാറ്റിക്കലി വെൻ റിക്വയർഡ്. അപ്പോൾ നമ്മളെ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഒരു കണക്ഷൻ അവിടെ ടെർമിനേറ്റ് ചെയ്യാം. അത് ടെർമിനേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ത്രെഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ എന്താ എനേബിൾ ചെയ്യുക, അല്ലാത്ത സമയത്തൊക്കെ അത് എന്ത് ചെയ്യുക, അനേബിൾ ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടും അതിൻ്റെ ആ ഒരു പ്രോസസ്സായിട്ട് നമുക്കതിൽ പറയാനുള്ളത്. ഡിസ്കവറി പറയുന്നുണ്ട്, പെയറിങ്, അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ഡിസ്കണക്ഷൻ അല്ലേ. ഇതാണ് മെയിൻ ആയിട്ടും അതിൻ്റെ ആ ഒരു സ്റ്റേജസ്, 4 സ്റ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് പിന്നീട് കീ ഫീച്ചേഴ്സ് ഓഫ് ബ്ലൂടൂത്ത് ആണ്. എന്തൊക്കെയായിരിക്കും ബ്ലൂടൂത്തിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്കതിൽ പറയാനുള്ളത്? ഷോർട്ട് റേഞ്ച് കണക്ടിവിറ്റിയാണ്. നമുക്കൊരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്ന് മാത്രമേ എന്താണ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വിത്തിൻ എ റേഞ്ച് ഓഫ് 10 meters, ഓൾദോ സം വേർഷൻ ക്യാൻ റീച്ച് അപ് ടു 100 meters. അപ്പോൾ ഒരു ഷോർട്ട് റേഞ്ചിൽ നിന്ന് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലോ പവർ കൺസംഷൻ പറയുന്നുണ്ട്. It consumes very little power, making it ideal for battery operated devices such as smartphones, earbuds and wearable devices. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറഞ്ഞ ഒരു പവർ കൺസംഷൻ മാത്രമാണ് ഇവിടെ വരുന്നത്. ആൻഡ് നമുക്ക് എന്താണ് ഇയർബഡ്സ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ് ഒരു 2.4 GHz യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആവുന്നുണ്ട്. ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡാണ്. Earlier versions supported to up to 3 Mbps, while modern versions such as Bluetooth 5.0 offer much higher speed. അപ്പോൾ ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഏർലിയർ വേർഷൻ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാനും ഡാറ്റാസുകൾ ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ആൻഡ് മോഡേൺ വേർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹയർ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സെക്യൂർ ആയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ബ്ലൂടൂത്ത് പ്രൊവൈഡ് സെക്യൂരിറ്റി ത്രൂ ഒതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഒതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എൻഷുറിങ് സേഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ഡിവൈസസ് ആണ്. ഡിവൈസസ് തമ്മിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ കാര്യങ്ങൾ അവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വയർലെസ് കൺവീനിയൻസ് ആണ് അല്ലേ. നമുക്ക് അവിടെ ഒരു വയേർഡ് കേബിളിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കീ ഫീച്ചേഴ്സ് ഓഫ് ബ്ലൂടൂത്ത് ആയിട്ട് പറയുന്നത്. ഷോർട്ട് റേഞ്ച് കണക്ടിവിറ്റി, ലോ പവർ കൺസംഷൻ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ്, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ, വയർലെസ് കൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾ
ഈ ഒരു ലൈവ് സെഷൻസ് കാര്യങ്ങൾ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ അതുപോലെ തന്നെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ മുടങ്ങാതെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.